ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തി ചിലപ്പോൾ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആകാം എന്തോ ആവട്ടെ നമുക്ക് വിശ്വാസമുള്ളൊരു വ്യക്തി നമ്മളെടുത്ത് വിശ്വാസത്തോടെയാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഫേക്ക് ആണോ ഫ്രോഡാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ പോയിന്റ്സിലോട്ട് പോവാം. ഫസ്റ്റ് പോയിന്റാണ് നമ്മുടെ നല്ല സമയത്ത് മാത്രമേ അയാൾ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങളിപ്പം സാമ്പത്തികപരമായിട്ടൊക്കെ ഒരു നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷേ അത് മറിച്ച് നിങ്ങളുടെ ബിസിനസ് എന്തെങ്കിലും പൊളിഞ്ഞു പോയി നിങ്ങൾ വളരെ കടത്തിലൊക്കെ ആയി പോയി കഴിഞ്ഞാൽ ആ ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സക്സസ് മാത്രമേ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പി മൊമെൻറ്റ്സിൽ മാത്രമാണ് അയാൾ, നിങ്ങളുടെ സാഡ് മൊമെൻറ്റ്സിൽ അയാൾ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഹീസ് എ ഫ്രോഡ്, അല്ലെങ്കിൽ അയാളൊരു ഫേക്കായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളൊരു ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആത്മാർത്ഥമായിട്ട് ഒരു ഫ്രണ്ട് എന്ന് നിങ്ങൾക്ക് അയാളെ പറയാൻ പറ്റില്ല. സെക്കൻഡ് പോയിന്റ് ആണ് നിങ്ങളെ ഫെയിലിയറിന്. എല്ലാവർക്കും ഫെയിലിയർ ഉണ്ടാവാം അല്ലെ, സക്സസിന്റെ ഈ ഒരു മറുഭാഗത്ത് ഫെയിലിയർ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഫെയിലിയറിന് എപ്പോഴും അതിലൊരു ഹാപ്പിനെസ് അയാൾ കണ്ടെത്തും. മുമ്പിൽ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അയ്യോ അങ്ങനെ പറ്റിപ്പോയില്ലേ, സാരില്ലടാ പോട്ടടാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാളുടെ ഉള്ളിൽ ചിലപ്പോൾ ആ ഫെയിലിയറിന് അയാൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ഫെയിലിയറിന് വളരെ നന്നായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണെങ്കിൽ ആ ആൾ അത്രയ്ക്ക് നിങ്ങളെ അടുത്ത് അത്രയ്ക്ക് ഒരു ആത്മാർത്ഥമായിട്ടല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമാണ്, നമ്മൾ വാല്യൂ ചെയ്യുന്ന ഒരു ആളാണെങ്കിൽ നമ്മളുടെ എല്ലാ ഇമോഷൻസും എല്ലാ കാര്യങ്ങളും സീക്രട്സും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും. പക്ഷേ ആ ഓപ്പോസിറ്റുള്ള വ്യക്തി അങ്ങനെ ഒരു ഫ്രോഡ് അല്ലെങ്കിൽ നിങ്ങളെ ഫേക്കായിട്ടാണ് അയാൾ കാണുന്നതെങ്കിൽ അയാൾ ഒരിക്കലും അയാളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു അറിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കണതിൻ്റെ ഇടയ്ക്കൊക്കെ അത് പോട്ടെ അത് പിന്നത്തെ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിങ്ങനെ മാറ്റി നിർത്താൻ നോക്കും. അയാളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നതിൽ അയാൾ നിങ്ങളോട് പറയില്ല. ലാസ്റ്റ് മൊമെൻറ്റിൽ അയാൾ പറയുള്ളൂ ഞാനിങ്ങനെ കുറച്ച് ദിവസമായി വിചാരിക്കുന്ന ആ ലാസ്റ്റ് മൊമെൻറ്റിനോടാണ് നിങ്ങളോട് ആ കാര്യം ഷെയർ ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനൊക്കെ അയാൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അയാളൊരു ആത്മാർത്ഥമായിട്ടല്ല, അയാൾ ഒരു ഫേക്കിലൂടെയാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് പോയിൻ്റാണ് ഇപ്പം പെട്ടെന്നൊരു കോളൊക്കെ വരുമ്പം ഫോണ് ആരെങ്കിലും നിങ്ങൾ കാണാൻ പാടില്ലാത്ത ആരുടെങ്കിലും കോൾസൊക്കെ ആണെങ്കിൽ വേഗം കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ആരും കാണാതെ ചാറ്റ് ചെയ്യുക. അങ്ങനെ അവരുടെ കാരണം ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെരി പ്രൈവറ്റ് ഏരിയ ആണല്ലോ അല്ലേ. അപ്പം നമ്മളുടെ ചാറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ്ലി നമ്മൾ മോസ്റ്റ്ലി കാര്യങ്ങളൊക്കെ നമ്മളുടെ ഫോണിലൂടെയാണ് നോക്കുന്നത്. ഇപ്പം എല്ലാം ഫോണിലാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഫോണിലെ കോൾസൊക്കെ നിങ്ങളെ മുമ്പ് ഇങ്ങനെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും കോൾ വന്നാൽ ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് സംസാരിക്കുക, നിങ്ങൾ കാണാതെ ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോണൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവും അയാൾ അത്രയ്ക്കൊരു ആത്മാർത്ഥമായിട്ടല്ല, അയാളൊരു ഫേക്കായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. പിന്നത്തെ ഒരു കാര്യമാണ് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി, എടാ അടുത്ത ഞായറാഴ്ച നമുക്ക് അവിടെ കൂടാട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഞായറാഴ്ച ഒരു 5 മിനിറ്റ് മുന്നേ അയാൾ പറഞ്ഞു എടാ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. നിങ്ങൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം അവസാന മൊമെൻറ്റിൽ വെച്ച് നിർത്തുക. അത് എല്ലാ കേസിലും അല്ല കേട്ടോ, എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ചിലവർക്ക് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് എപ്പോഴും അതൊരു കാരണമാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പ്ലാനിൽ നിങ്ങൾ പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾ അത്ര ആത്മാർത്ഥമായിട്ടല്ല നിൽക്കുന്നതെന്നുള്ളത്. പിന്നെ ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഫസ്റ്റ് പ്രൈസ് കിട്ടി, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റേജിൽ കയറി കുറച്ച് ആൾക്കാരുടെ മുമ്പ് നല്ല സ്പീച്ചൊക്കെ പറഞ്ഞു, എല്ലാവരും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തു, കൂട്ടത്തിൽ ഈ ആളും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു ഇങ്ങനെ എടാ നീ ചെയ്തത് നന്നായിട്ടോ, പക്ഷേ ഈ കാര്യങ്ങളും കൂടെ നിനക്കൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു. അങ്ങനെ നിങ്ങളെ വിജയത്തെ താഴ്ത്തി കിട്ടും ആൾക്കാരുടെ മുമ്പിലൊക്കെ വെച്ചിട്ട്, ഓ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവൻ ജയിച്ച്. അങ്ങനെ നിങ്ങളുടെ വിജയത്തെ താഴ്ത്തി കിട്ടുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അയാളൊരു ഫ്രോഡാണ് അല്ലെങ്കിൽ അയാളൊരു ഫേക്കാണ് എന്നുള്ളത് കേട്ടോ. പിന്നത്തെ ഒരു കാര്യമാണ് ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ പല ഉപകാരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എടാ നിനക്ക് ഞാൻ അന്ന് അത് ചെയ്തു തന്നില്ലേ, ഇത് ചെയ്തു തന്നില്ലേ, നിനക്ക് അത്രയും ക്യാഷ് ഞാൻ തന്നില്ലേ, നിൻ്റെ ബിസിനസ് തുടങ്ങാൻ സഹായിച്ച് ഞാനല്ലേ, അങ്ങനെ ഉപകാരങ്ങളെ ഇങ്ങനെ വിളിച്ച് പറയും. അങ്ങനത്തെ ഒരാൾ നിങ്ങളായിട്ട് ആത്മാർത്ഥമായിട്ടല്ല നിൽക്കുന്ന എന്നുള്ള ഒരാളാണെങ്കിൽ ഉപകാരങ്ങൾ വിളിച്ച് പറയും. അല്ലാത്ത പക്ഷം നിങ്ങളായിട്ട് സിൻസിയറായിട്ടുള്ള ഒരാളാണെങ്കിൽ ഉപകാരങ്ങളെ മറച്ചു വെക്കും. കാരണം അത് അയാൾ ഇഷ്ടം കൊണ്ട് നിങ്ങളെ ഉപകാരം ചെയ്തതാണ്, ഇഷ്ടം കൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തതാണ് എന്നുള്ളൊരു തോട്ട് അയാളുടെ മനസ്സിലുണ്ടാവും. അല്ലാത്ത പക്ഷം ഉപകാരങ്ങൾ അയാളിങ്ങനെ എപ്പോഴും പ്രൊജക്റ്റ് ഔട്ട് ചെയ്ത് ആൾക്കാരുടെ മുമ്പിൽ വിളിച്ച് പറയും. പിന്നത്തെ ഒരു കാര്യമാണ് ഞാൻ ഓക്കെ, ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ എന്നുള്ളൊരു സമ്പ്രദായം. ഞാൻ ഓക്കെ ആണ് പക്ഷെ നീ ഓക്കെ അല്ല, അങ്ങനെ ഒരു ചിന്താഗതി. ഞാൻ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആണ്, നിങ്ങൾ ചെയ്യുന്നതൊന്നും പെർഫെക്റ്റ് അല്ല, ബാക്കിയുള്ളവർ ചെയ്യുന്നതിലൊന്നും പെർഫെക്റ്റ്നെസ് ഇല്ല എന്നുള്ളൊരു തോന്നൽ. ഇപ്പം നിങ്ങളടുത്ത് വന്നിട്ട് നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്നിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ ഇങ്ങനെ പരാതികളും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾ നിങ്ങളെക്കുറിച്ചും പരദൂഷണം വേറൊരാളോട് പറയുന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെതെല്ലാം ശരിയാണ് നിങ്ങളൊന്നും ശരിയല്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളൊരു ഫ്രണ്ടാണ് കഴിയുന്നതും അയാളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക.
പിന്നത്തെ ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും ആ ഒരു ഫ്രണ്ട് മൂലം ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ആ വഴിക്ക് പോകാതിരിക്കുക. കാരണം ഒരിക്കൽ അയാൾക്ക് ചതിക്കാനൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീടും അയാൾക്ക് ആ തോന്നലുകൾ വരും. ആദ്യം ചതിക്കാൻ തോന്നിയത് തന്നെ അയാൾക്ക് അത്രയൊരു വാല്യൂ നിങ്ങളിൽ തരാത്തതുകൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഒരിക്കലെങ്കിലും നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഭാഗത്തോട്ട് പിന്നീട് പോവാതിരിക്കുക. പിന്നത്തെ ഒരു കാര്യമാണ് ഈ നുണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക അല്ലെ. ചിലവർ നുണ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും പറയുന്നത് നുണയാണെന്ന്. അപ്പം ഇങ്ങനെ കൂടെ എല്ലാത്തിനും നുണ പറയുന്ന ഒരു വ്യക്തിയാണ് ആ ആളെങ്കിൽ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ ഒരാൾ എന്തായാലും ഫേക്കായിട്ടാണ്. നിങ്ങളുടെ മുമ്പിൽ നുണകൾ പറഞ്ഞ അയാൾ സത്യത്തെ മറച്ചു വെക്കുകയാണെങ്കിൽ ആ ആൾ ഫേക്കാണെന്ന് പറയാൻ പറ്റും. പിന്നെ ഒരു കാര്യം, എടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇപ്പം എടാ നീ തടി കുറയ്ക്കുക, നീ ഭയങ്കര തടിയാണ് എന്നാൽ അയാളാണെങ്കിലും അയാളുടെ ഫുഡിലോ ഒരു ബാഡ് ഡയറ്റായിട്ടും ചിലപ്പോൾ കുറച്ച് തടിയൊക്കെ ഉള്ള ഒരാളായിരിക്കാം. അങ്ങനെ നിങ്ങളെ ഉപദേശിക്കുകയും എന്നാൽ അയാളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാത്തൊരു കാര്യമാണെങ്കിൽ അങ്ങനത്തെ ആളും ഫേക്കാണ്. അയാളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നിങ്ങളോടും കൂടെ പറയുമ്പോഴല്ലേ അതിനൊരു മൂല്യമുള്ളതാവുന്നത്. അല്ലാത്ത പക്ഷം അത് അയാൾ അത്ര ഒരു ആത്മാർത്ഥത കൽപ്പിച്ചിട്ടില്ല. നിങ്ങളെ ഇൻസെക്യൂരിറ്റി എന്തോ എടുത്തു പൊന്തിക്കണമെന്നോ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കണമെന്നോ നിങ്ങളെ ഒന്ന് കൊച്ചാക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് ആ ആൾ അങ്ങനെയൊക്കെ അയാളുടെ ജീവിതത്തിലെ ഇൻസെക്യൂരിറ്റീസ് താഴ്ത്തി വെച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളെ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ടാവുക. അങ്ങനെ ഒരാളാണെങ്കിൽ കഴിയുന്നതും നിങ്ങൾ ആ ആളുടെ അടുത്തോട്ടേ പോവാതിരിക്കുക. കാരണം അത് നമുക്കൊരു ബാഡ് എനർജിയാണ്, നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് അവിടെ തരുന്നത്. പിന്നത്തെ ഒരു കാര്യമാണ് ഭയങ്കര സെൽഫിഷായ ഒരാൾ, അയാളുടെ കാര്യത്തിൽ മാത്രം അല്ലെങ്കിൽ അയാളുടെ ഫീലിങ്സ് മാത്രം. അങ്ങനത്തെ ഒരാളാണെങ്കിലും അതൊട്ടും ഇഷ്ടമല്ലേ. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ, ഒരു ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ ഇവിടുന്നും അങ്ങോട്ടുമുള്ള ഇമോഷൻസ് എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം. പക്ഷെ ഒരാളുടെ മാത്രം സെൽഫിഷ് അല്ലെങ്കിൽ അവനൻ്റെ ഫീലിങ്സ് മാത്രം, ആ ആളുടെ പ്രശ്നങ്ങൾ മാത്രമൊക്കെ എടുത്ത് ഇങ്ങനെ പ്രൊജക്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരാളാണ്, വ്യക്തിയാണ് നിങ്ങളുടെ കൂടെയെങ്കിൽ അവരെയും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഭാഗത്തോട്ടേ പോകരുത്. ഇതിൽ 1-2-3 പോയിന്റ്സ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ പിന്നീട് ആ ഭാഗത്തോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു 100% ഉണ്ട് അല്ലേ. നമ്മുടെ റിലേഷൻഷിപ്പിലാകുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ അവരെനിക്ക് ജീവന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഒരു 100% ഉണ്ട്. അപ്പോൾ ആ 100% നമുക്ക് തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ അവിടെ നിന്ന് നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റ് ലൂസ് ചെയ്യാതിരിക്കുക. നമ്മൾക്ക് നമ്മളോടുള്ള ഒരു സെൽഫ് ലവ് ഇല്ലേ അത് നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം അങ്ങനെ പോകെ അവൻ എൻ്റെ ഫ്രണ്ടല്ലേ പോട്ടെ, ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചാവില്ല എന്നിങ്ങനെ ഒഴിവുകേട് പറഞ്ഞ് അവസാനം വലിയ എന്തോ പ്രശ്നം വരുമ്പോൾ തീരെ താങ്ങാനാവാതാവും. അപ്പം ഇങ്ങനത്തെ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ പാടെ ആ ഭാഗത്ത് നിന്ന് തന്നെ മാറുക. നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.